ഞങ്ങളുടെ നാട്ടിലെ രണ്ടാമത്തെ ഇരട്ട കൊലപാതകമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആകെപ്പാടെ ഞെട്ടിക്കുന്ന ഒരിതാണ്. കയറി വന്നപ്പോൾ തന്നെ അത് കണ്ട് ഭയന്നുപോയി. മുഖം അല്ലാതെ പ്രകൃതമായി നശിപ്പിക്കുന്ന രീതിക്ക് വിജയകുമാറിൻ്റെ കാണുന്നു. തൊട്ടപ്പുറത്ത് ഡോക്ടർ വേറൊരു മുറിയിൽ കിടക്കുന്നു. ഭാര്യ മകൾ അമേരിക്കയിലാണ്, വിവാഹം കഴിച്ചു. ഇപ്പം നാളെ ടിക്കറ്റ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ആയിട്ടില്ല. അവർ വരും. കോട്ടയം തിരുവാതുക്കലിലെ ശ്രീവത്സം വീട് ഇന്ന് രാവിലെ 8 മണിയോടെ സാക്ഷ്യം വഹിച്ചത് അതിക്രൂരമായ ഒരു കൊലപാതകമാണ്. അതിദാരുണമായ രീതിയിലാണ് വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. രാവിലെ 8 മണിയോടെ നടന്ന ഈ വളരെ ക്രൂരമായ കൊലപാതകം കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇവിടെ വീട്ടുജോലി ചെയ്തിരുന്ന അസം സ്വദേശിയായ അമിത് എന്നയാളാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതിന് തക്ക തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നുണ്ട്. CBI ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. കാരണം CBIയുടെ പക്കൽ ഇവരുടെ മകൻ്റെ കേസ് പരിഗണനയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ അച്ഛനും അമ്മയും അതിദാരുണമായി ബ്രൂട്ടലായി കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ CBI തെളിവെടുക്കാൻ എത്തിയിരുന്നു. കൃത്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന അമിത് എന്ന അസം സ്വദേശിയായ യുവാവ് സംസ്ഥാനം കടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ അമിത് എന്നയാൾ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ മൊബൈൽ മോഷ്ടിച്ച് വിജയകുമാറിൻ്റെ പണവും മറ്റും അപഹരിക്കാൻ ഓൺലൈൻ വഴി നോക്കിയ ഒരു കേസിൽ അകത്തായി ഇപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം വിജയകുമാറുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനോട് അനന്തര ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ബ്രൂട്ടലായ ക്രൈം അയാൾ നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗൗതം എന്ന മകൻ്റെ മരണത്തിന് ശേഷം വളരെ തകർന്നിരിക്കുന്ന കുടുംബം ഒരു നീതിക്കായുള്ള പോരാട്ടത്തിൽ കൂടിയായിരുന്നു. ആ നീതിക്കായുള്ള പോരാട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയല്ല എന്ന് കണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് അന്വേഷണത്തിൽ നിന്നും CBI അന്വേഷണത്തിലേക്ക് അവർ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരുവരും കൊല്ലപ്പെടുന്നത് എന്ന ഒരു വളരെ ദുരൂഹമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഗൗതം എന്ന മകൻ്റെ മരണത്തിന് ശേഷം വിജയകുമാറും ഭാര്യ മീരയും കൊല്ലപ്പെടുമ്പോൾ ഇനി അനാഥയാവുന്നത് അവരുടെ മകളാണ്. മകൾ വിദേശത്താണ്. വിദേശത്ത് നിന്നും മകൾ ഉടനെ തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. എന്നിരുന്നാലും നാട് ആകെ വളരെ വിഷമത്തിലാണ്. അതിക്രൂരമായ വളരെ ബ്രൂട്ടലായ രീതിയിലാണ് അവർ കൊല്ലപ്പെട്ടത് എന്നാണ് ഇവിടെ സാക്ഷികൾ പറയുന്നത്. കേരളത്തെ അല്ലെങ്കിൽ ഈ കോട്ടയം ജില്ലയെ തന്നെ നടുക്കിയ ഒരു ദാരുണമായ കൊലപാതകമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. കോട്ടയത്ത് ഇപ്പോൾ ക്രിമിനൽ കേസുകൾ വളരെ കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം വളരെ ഭയാനകമായ കേസുകളാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇപ്പോൾ കോട്ടയത്ത് കൊലപാതകങ്ങളും മോഷണങ്ങളും മറ്റു പല അതിക്രൂരമായ സംഭവങ്ങളും എല്ലാം നടക്കുന്നത് എന്നുകൂടി ഓർക്കണം. എന്തായാലും ശ്രീവത്സം എന്ന വീട് ഇപ്പോൾ ഒരു അനാഥമായ ഒരു പശ്ചാത്തലത്തിലാണുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ രണ്ടാമത്തെ ഇരട്ട കൊലപാതകമാണ്. ഇതിനു മുമ്പ് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പാണ് പാർപ്പാടത്ത് ദമ്പതികളെ അവർ ബിന്ദു വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു കൊലപാതകം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കൊലപാതകം എന്നുള്ളത് മറ്റത് TV-യിലും വീഡിയോയിലുമെല്ലാം കണ്ട് ഉള്ള ഇതേ ഉള്ളൂ. പക്ഷേ ആദ്യമായി കാണുന്നത് വേളൂർ പാർപ്പാടം ദേവീക്ഷേത്രത്തിൻ്റെ ദമ്പതിയുടെ കൊലപാതകമാണ്. മറിച്ച് ഈ കൊലപാതകവും നമ്മുടെ ആദ്യമേ ഓർത്തു എന്നെ ആദ്യമേ ഇവിടുത്തെ അടുത്തുള്ള അയലോക്കംകാരെന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും അറ്റായിക്കോ മറ്റുള്ള എന്തെങ്കിലും അസുഖം കാരണം മരണപ്പെട്ടതാകാം. കാരണം ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകളിൽ ദമ്പതിമാരാണ് ഇപ്പോൾ കൂടുതലും പ്രായം ചെന്നവരാണ് ഇന്ന് കേരളത്തിൽ കൂടുതലും വീടുകളിൽ കഴിയുന്നത്. അങ്ങനെ ഒരു മരണം അങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കാം, മരുന്നും അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആകെപ്പാടെ ഞെട്ടിക്കുന്ന ഒരിതാണ്. കയറി വന്നപ്പോൾ തന്നെ അത് കണ്ട് ഭയന്നുപോയി. ഭയന്നു പോകാൻ കാരണം മുഖം അല്ലാതെ പ്രകൃതമായി നശിപ്പിക്കുന്ന രീതിക്ക് വിജയകുമാറിൻ്റെ കാണുന്നു. തൊട്ടപ്പുറത്ത് ഡോക്ടർ വേറൊരു മുറിയിൽ കിടക്കുന്നു. ഭാര്യ മീര എന്ന് പറയുന്ന അവർ കിടക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നതും ഇവിടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പൈശാചികമായ കൊലപാതകം. മറ്റേ സാധാരണ രീതിക്ക് കത്തിക്ക് കുത്തുക എന്നൊക്കെ പറഞ്ഞുള്ളൂ. ഇത് മുഖം പ്രകൃതമാക്കുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഭയങ്കരമായ ബ്രൂട്ടലായിട്ടുള്ള ഒരു മർഡറായിട്ട് കണക്കാക്കല്ലേ? തീർച്ചയായിട്ടും ഒരു പ്രതികാര
ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ചേച്ചിയുടെ സ്വർണ്ണമൊന്നും പോയിട്ടില്ല, മോഷണം നടന്നിട്ടില്ലെന്നാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. പോലീസ് പറയുന്ന പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. ബാക്കി പോലീസാണ് പറയേണ്ടത്. ഇവിടെ ഇവർ സോഷ്യലായിട്ട് ഇവരെങ്ങനെയാണ് മിങ്കിൾ ചെയ്തിരുന്ന ആളുകളാണോ? അവർ മറിച്ച് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം എയർഫോഴ്സിലായിരുന്നു വർഷങ്ങളായി. അതിനുശേഷം ഇവിടെ വന്നു, ദുബൈയിൽ പോയി എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയി. അതിനുശേഷമാണ് കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നത്, ഹോട്ടലുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നു. അവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് അവരുടെ കുടുംബം എന്ന് പറയുന്നത്. ഈ മകൻ്റെ മരണം മകൻ്റെ മരണം പോലീസ് അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹത്തിനൊരു ഇതുണ്ടായി, ഹൈക്കോടതി പോയി CBIക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. അത് CBI ഒക്കെ ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിലാണെങ്കിലും പോലീസ് ഒരാളെ ഉറ്റുനോക്കുന്നുണ്ട്. ഒരു അസം സ്വദേശിയായിട്ടുള്ള അമിത് എന്ന് പറഞ്ഞ ഒരാൾ. അതിനെപ്പറ്റി പോലീസിനോട് ചോദിക്കണം. ആളുടെ വ്യക്തിപരമായി അദ്ദേഹമാണെന്നൊന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ സാഹചര്യ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കുമല്ലോ പോലീസ് പറയുന്നത്. ഇതിപ്പോൾ ചേട്ടൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ഏത് സമയത്ത് നടന്നു അങ്ങനെ അതൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അത് പോലീസ് അന്വേഷിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. അതിൻ്റെ ഇതൊക്കെ ആയിട്ട് വേണമല്ലോ ഇത് പറയേണ്ടത്. പൊതുവേ നിങ്ങളോടൊക്കെ എങ്ങനെ ഇടപഴകിയിരുന്ന നമുക്ക് കുഞ്ഞുനാൾ മുതൽ അറിയാവുന്ന കുടുംബം, എൻ്റെ ഒരു അകന്ന റിലേറ്റീവാണ്. അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഇപ്പോൾ ഒരു വലിയ വ്യവസായിയാണ്. ആക്ച്വലി നാട്ടിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായിയാണ്. അപ്പോഴും ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളോടൊക്കെ ഇടപഴകിയിരുന്ന വളരെ കാര്യവിരുദ്ധത്തോടെ മുന്നോട്ട് വരുന്ന ആളാണോ? അല്ലെങ്കിൽ വളരെ പുള്ളിയുടെ കാര്യം നോക്കി ഹോട്ടല്, അതിനുശേഷം വീട്, ഓഫീസും ഒക്കെ ആയി ബന്ധപ്പെട്ട് പോകുന്ന ആളാണ്. അല്ലാതെ സാമൂഹികമായ എല്ലാവരുമായ ഒരു ഇതൊന്നുമില്ല. പുള്ളിയുടെ ഒരു സൊസൈറ്റിയുമായി ഇണങ്ങിപ്പോകുന്ന ആളായിരുന്നു. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചുറ്റുപാടുമായി ഒരു ഇതല്ല. പുള്ളി പണ്ട് മുതലേ ഒരു നല്ല അധ്വാനിയായിരുന്നു. ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി രാവിലെ ഹോട്ടലിൽ പോകുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു പോകുന്ന ആളാണ്. ഇന്ദ്രപ്രസ്ഥം എന്നുള്ളൊരു പ്രസ്ഥാനം മാത്രമാണോ അദ്ദേഹത്തിന്? പുള്ളിക്ക് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്, പല ഫ്ലാറ്റുകളും, പല എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായി ഇപ്പം അറിവില്ല. അദ്ദേഹത്തിന് കുടുംബത്തിന് ഇനി ആരൊക്കെയാണ്? മകളുണ്ട്. മകൾ അമേരിക്കയിലാണ്, വിവാഹം കഴിച്ചു. ഇപ്പം നാളെ ടിക്കറ്റ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ആയിട്ടില്ല. അവർ തിരിച്ചു വരും. ചേട്ടനും സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഭിലാഷ്. അതെ, ഞാൻ CPMൻ്റെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഓക്കെ.